ദ്രാവിഡ മാർഗത്തിലുള്ള പൂജകളോടാണ് ആളുകൾക്കൊരു താല്പര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുമെന്ന് അന്നത്തെ ഋഷിന്ന് വെച്ചാൽ എല്ലാവരും താടിയും മുടിയും വളർത്തിയ ആളുകളായിരിക്കണമെന്നില്ല. മലയാളത്തിലും മന്ത്രങ്ങളുണ്ടോ? മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും എന്തിനാണ് ഇംഗ്ലീഷിൽ വരെയുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിലുണ്ട് പ്രയോഗം. അപ്പോൾ അതെങ്ങനെയാണ് ഫലിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഒരു യാഗം നടത്തിയ ഒരു മഴ പെയ്യിക്കാന്ന് പറഞ്ഞാൽ പാർപ്പുറത്ത് കയറിയിരുന്ന് 2 മന്ത്രം ജപിച്ച് കഴിയുമ്പോൾ മഴ പെയ്യിക്കാൻ ശേഷിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. വേദം ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ നമ്മുടെ മൂർത്തികളൊക്കെ അന്നത്തെ കാലത്തെ മൂർത്തികളൊക്കെ ഇങ്ങനെയുള്ള മൂർത്തികളുമായിരുന്നു, ദ്രാവിഡ മൂർത്തികൾ. പിന്നെ ഇപ്പം പെരുങ്കരടി മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രം, കൃഷിയുള്ള സ്ഥലത്ത് കരടി വരെ ഇരിക്കുന്നത്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല. കാളി കരിമ്പനെ നിൽക്കും, ചെക്കട്ടക്കോഴിയുടെ വറ്റിക്കിടക്കും, വെമ്പാറക്കൽ ഉരുകി ഉരുകി ഉരുകിപ്പോകും പോലെ ഇക്കൊതി വിട്ടുമാറണം, സ്വാമിയൻ ഗുരുവിനാണ് ഫലിക്കസ്വാഹ ഒരു മന്ത്രം. ഈ ബ്രാഹ്മണിക്കൽ മന്ത്രങ്ങളിലേക്കാൾ പവർഫുൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ചില ഈ ദ്രാവിഡ ദേവതകൾ ഇന്ന് അറിയപ്പെടുന്ന പല, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും ദ്രാവിഡ മാർഗത്തിലുള്ള പൂജകളോടാണ് ആളുകൾക്കൊരു താല്പര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഈ ഭാഷാമന്ത്രങ്ങളാണ് പൊതുവെ ഇതിനെ ഉപയോഗിക്കുന്നത്. ഭാഷാമന്ത്രങ്ങൾ, ഈ ഭാഷ എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ച കാലം മുതലേ ഉപയോഗിച്ച് നിങ്ങൾക്ക് മന്ത്രസിദ്ധി വന്ന ഒന്നാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരാളോടൊരു കാര്യം പറഞ്ഞാൽ സാധിപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭാഷാമന്ത്രങ്ങൾ ഓരോ പ്രദേശത്തും ഓരോ ആളുകൾ, അന്നത്തെ ഋഷിന്ന് വെച്ചാൽ എല്ലാവരും താടിയും മുടിയും വളർത്തിയ ആളുകളായിരിക്കണമെന്നില്ല. സാധാരണ ജോലി ചെയ്യുന്നവരുമൊക്കെ ഈ പല ആവശ്യങ്ങൾക്കായിട്ട് ഈ മന്ത്രങ്ങൾ അവർക്ക് എങ്ങനെയൊക്കെയോ ചൊല്ലി ഇത് കിട്ടിയതാണ്. ഈ മന്ത്രങ്ങൾ പ്രയോഗിച്ച് നല്ല ഭംഗിയായിട്ട് ഫലിക്കുന്ന സ്ഥലങ്ങൾ ഫലിപ്പിക്കുന്നവരെ എനിക്കറിയാം. പലപ്പോഴും നമ്മൾ കേട്ടുള്ള മന്ത്രങ്ങളെല്ലാം സംസ്കൃതത്തിലാണ് എന്നാണ്. അപ്പോൾ സംസ്കൃതത്തിലല്ലാതെ മന്ത്രങ്ങളുണ്ട് നമ്മുടെ ഭാഷയിൽ തന്നെ. മലയാളത്തിലും മന്ത്രങ്ങളുണ്ടോ? മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും എന്തിനാണ് ഇംഗ്ലീഷിൽ വരെ ഉണ്ട്. അവർക്ക് അവരുടേതായ രീതിയിലുണ്ട് പ്രയോഗം. അപ്പോൾ അതെങ്ങനെയാണ് ഫലിക്കുന്നത്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളറിയുന്നത് ഇപ്പോൾ ഋഗ്വേദത്തിലെ ഇന്ന മന്ത്രം, അല്ലെങ്കിൽ യജുർവേദത്തിലെ ഇന്ന മന്ത്രം, അങ്ങനെ ഒരു സിസ്റ്റം മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. വേദം കേരളത്തിൽ വരുന്ന കാലത്ത് ഇവിടെ മലയെടുത്ത് കടലിലിട്ടിരുന്ന മന്ത്രവാദികൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു യാഗം നടത്തിയ ഒരു മഴ പെയ്യിക്കാന്ന് പറഞ്ഞാൽ പാർപ്പുറത്ത് കയറിയിരുന്ന് 2 മന്ത്രം ജപിച്ച് കഴിയുമ്പോൾ മഴ പെയ്യിക്കാൻ ശേഷിയുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. വേദം ഉണ്ടാകുന്നതിന് മുമ്പ്. പിന്നെ വേദം ഉണ്ടാകുന്നതല്ല, വേദം വരുന്നതിന് മുൻപ്. വേദം ഉണ്ടായിരുന്നു പണ്ടേ. വേദം ഉണ്ടായതല്ല, പണ്ടേ ഉള്ളത് തന്നെയാണ് വേദം. വേദം എന്നുള്ള സങ്കല്പത്തിൽ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ ഭാഷാപ്രയോഗങ്ങൾ, മന്ത്രപ്രയോഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന്. നമ്മുടെ മൂർത്തികളൊക്കെ അന്നത്തെ കാലത്തെ മൂർത്തികളൊക്കെ ഇങ്ങനെയുള്ള മൂർത്തികളുമായിരുന്നു, ദ്രാവിഡ മൂർത്തികൾ. പിന്നെ ഇപ്പം പെരുങ്കരടി മന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രം, കൃഷിയുള്ള സ്ഥലത്ത് കരടി വരെ ഇരിക്കാനായിട്ട്. അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല. ആ പ്രദേശത്ത് ഒരു ജീവിയും പിന്നെ കയറത്തില്ല. ഇതൊക്കെ അതുപോലെ ചാഴിയെ ചെറുക്കുന്ന മന്ത്രമുണ്ട്. ചാഴി, കൃഷിസ്ഥലത്ത് ചാഴിയെ മാറ്റുന്ന മന്ത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാഴി വരില്ല. ഉള്ളതാണ് ഇതൊക്കെ. ഇപ്പം ഈ കുട്ടികൾക്ക് കൊതി മാറാനായിട്ടൊരു മന്ത്രമുണ്ട്. 1 കടൽ പെരുകി, 2 കടൽ പെരുകി, 3 കടൽ പെരുകി, 4 കടൽ പെരുകി, 5 കടൽ പെരുകി, 6 കടൽ പെരുകി, 7 കടൽ പെരുകി, 7-ാം കടലിനക്കരെ നിൽക്കും, കാളി കരിമ്പനെ നിൽക്കും, ചെക്കട്ടക്കോഴിയുടെ വറ്റിക്കിടക്കും, വെമ്പാറക്കൽ ഉരുകി ഉരുകി ഉരുകിപ്പോകും പോലെ ഇക്കൊതി വിട്ടുമാറണം, സ്വാമിയൻ ഗുരുവിനാണ് ഫലിക്കസ്വാഹ ഒരു മന്ത്രം. ഭാഷയിലുള്ള മന്ത്രമാണ്. പക്ഷേ ശ്വാസം ക്രമീകരിക്കാനുള്ളൊരു വിധിയുണ്ട് അതിനകത്ത്. ആ രീതിയിൽ ഉപയോഗിച്ചിട്ട് ശ്വാസം നമ്മൾ പ്രയോഗിച്ചാൽ പൊള്ളിയ സ്ഥലത്ത് തിണർക്കില്ല, കൊതി വരില്ല. കൊതി വരില്ല. അതായത് കൊതി വരിക മീൻസ് കുട്ടികൾക്ക് വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ അത് പ്രയോഗിക്കേണ്ട ഒരു ശ്വാസം വിടേണ്ട ഒരു രീതിയുണ്ട്. കാക്കത്തീക്ക് പോയി, ഹനുമാൻ വിറകിന് പോയി, അക്കരെ കത്തി ഇക്കരെ കെട്ട് സ്വാഹ ഒരു മന്ത്രം. ഭാഷയിലുള്ള മന്ത്രം. പൊള്ളലിന് ഉദാഹരണം, അതിനും പ്രയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. ഈ ദ്രാവിഡ ഭാഷകൾ എപ്പോഴും നമ്മൾ വായ്ത്താരികളാണ് ഇത്തരത്തിലുള്ള. എങ്ങനെയാണ് ഈ വായ്ത്താരികൾക്ക് ഇത്രത്തോളം ശക്തി വരുന്നത്? അത് ഉപയോഗിച്ച് ആ പ്രപഞ്ചം നമ്മൾ ഉപയോഗിക്കും. പ്രകൃതിയിൽ അതിൻ്റെ ഒരു അനുരണം, അതിൻ്റെ ഒരു വൈബ്രേഷൻ പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് വലിക്കുന്നത്. അല്ലെങ്കിൽ സൂക്ഷ്മതലത്തിൽ ഈ ദേവതകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഈ ബ്രാഹ്മണിക്കൽ മന്ത്രങ്ങളിലേക്കാൾ പവർഫുൾ ആവുന്നത് എന്തുകൊണ്ടാണ്? രണ്ടും പവറിലുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരുപോലെയൊക്കെ തന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒന്ന് സംസ്കൃതത്തിൽ എഴുതിയ കുറച്ചുകൂടെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ള, എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി കോമൺ ആയിട്ടുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. തമ്മിലൊരു വ്യത്യാസമില്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട, അഗസ്ത്യർ തന്നെയാണ് തമിഴിലും എഴുതിയത്, സംസ്കൃതത്തിലും എഴുതിയത് അല്ലേ? സംസ്കൃതത്തിൽ മാത്രം എഴുതിയാൽ പോരെ? എന്തിനാ തമിഴിലും കൂടെ എഴുതിയത്? അല്ലെ തമിഴിൽ മാത്രം എഴുതിയാൽ പോരെ? 2 തലത്തിലുള്ള ആളുകൾ അന്നും ഉണ്ട്. 2 സംസ്കൃതിയിൽ ജീവിക്കുന്ന ആളുകൾ അന്നും ഉണ്ട്. ഒരു ഉയർന്ന തലത്തിൽ അവർ കുറച്ചുകൂടെ സംസ്കരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുകൾ ജീവിക്കുന്ന
ഒരു ഭാഗം, അല്ല എന്ന് വിശ്വസിക്കുന്ന വേറെ സാധാരണ പോലെ പോകുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഭാഷയിൽ, മറ്റവർക്ക് വേണ്ടിയിട്ട് ഈ ഭാഷയിൽ, അങ്ങനെ ഉപയോഗിച്ചതേ ഉള്ളൂ. രണ്ടിനും തമ്മിൽ വ്യത്യാസമല്ല. തമിഴിന് അല്ലെങ്കിൽ ഭാഷകൾക്ക് അൻപ് കൂടുതലാണ്, സ്നേഹം കൂടുതലാണ്. അപ്പം നമ്മളൊരു കുട്ടിയോട് നമ്മൾ പെരുമാറുമ്പോൾ, ഒരു വയസ്സായ ഒരാളോട് നമ്മൾ പെരുമാറുമ്പോൾ അച്ചടി ഭാഷയിലാണോ സംസാരിക്കുന്നത്? അല്ല, അല്ലേ? അപ്പോൾ അവിടെ ഈ ഭാഷയ്ക്ക് അവിടെയാണ് മഹത്വം എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടി ഇൻറ്റിമസി ഉണ്ടാക്കാൻ പറ്റുന്നത് ഭാഷയ്ക്കാണ്. അതുപോലെ തന്നെ ദേവതകളോടും ഇൻറ്റിമസി ഉണ്ടാക്കാൻ പറ്റുന്നത് ഭാഷാമന്ത്രങ്ങൾക്കാണ്. ഈ ദ്രാവിഡ ദേവതകൾ ഏതൊക്കെയാണ് ഒന്ന് പറയാമോ? ഒരുപാട് ദേവതകളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര ദേവതകൾ. എന്നാലും ഓർത്തെടുക്കാൻ കഴിയുന്ന കുറച്ച് പ്രധാനപ്പെട്ട ദേവതകൾ. ചാത്തൻ്റെ എല്ലാ വിഭാഗങ്ങളും, നീലി, കരിനീലി മുതലായിട്ടുള്ള വനദേവതകൾ, പിന്നെ നമ്മൾ പറയുന്ന യക്ഷി, മാടൻ, മറുത, ആനമറുത മുതലായ വിഭാഗത്തിൽ വരുന്നത്. അതായത് ദേവതകൾക്കും രാക്ഷസീയ ശക്തികൾക്കും ഇടയിൽ വരുന്നവരുണ്ട്, കുറച്ച് വിഭാഗക്കാരുണ്ട്. അങ്ങനെ കുറച്ച് താമസ മൂർത്തികളൊക്കെ, താമസവും രാജസവും സാത്വികമായിട്ടുള്ള എല്ലാ മൂർത്തികളും സംസ്കൃതത്തിലുള്ളതുപോലെ തന്നെ ഈ പ്രയോഗങ്ങളിലും ഉണ്ട്. തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മൂർത്തികൾ അതിൻ്റെ രീതിയും അവരുടെ ആചരണ രീതിക്ക് മാത്രമാണ് മാറ്റം വരുന്നത്. എല്ലാം നമ്മുടെ ഭാവനയാണ് ഇതിനെല്ലാം നിദാനമായിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഈ മന്ത്രവാദത്തിൻ്റെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്ര കാലം ഈ മന്ത്രവാദം ജനത ഉണ്ടായ കാലം മുതൽ ഇത്രയും കാലം ഇത് നിലനിന്നില്ലേ? ഇല്ലേ? നമ്മളെന്ത് ഡെവലപ്ഡാണ് രാജ്യം, അങ്ങനെയായി ഇങ്ങനെയായി, നമ്മൾ റോക്കറ്റ് വിട്ടു, നമ്മൾ ഇവിടെ ചെന്നു, ചന്ദ്രന് ചെന്നു, ചൊവ്വയിൽ ചെന്നു എന്ന് പറഞ്ഞാലും ഇത് നടക്കുന്നില്ല ഇപ്പോഴും. ഇന്ത്യയിൽ മാത്രമല്ല, ബ്ലാക്ക് മാജിക് ലോകത്ത് മുഴുവനുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇത് ഫലിക്കുന്നതുകൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ തള്ളിക്കളഞ്ഞാൽ. ഇവിടെ ഈ മന്ത്രസിദ്ധിക്കാണോ യഥാർത്ഥത്തിൽ പ്രാധാന്യം, അതത് ചെയ്യുന്ന ആൾക്കാണോ പ്രാധാന്യം? രണ്ടും വിഷയമാണ്. നല്ല ആത്മാർത്ഥമായ നല്ല ഒരാൾ ആത്മാർത്ഥമായ ഒരു മന്ത്രത്തെ പ്രയോഗിച്ചാൽ അത് ഫലിക്കും. മന്ത്രസിദ്ധി ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഫലിച്ചു എന്നിരിക്കും. ഈ മന്ത്രസിദ്ധനായിട്ടുള്ള ഒരാൾ, ഒരു മന്ത്രത്തിൽ സിദ്ധിയുള്ള ഒരാൾ മറ്റൊരു മന്ത്രം എടുത്ത് പ്രയോഗിച്ചാലും ഫലിക്കും. ഇതിന് പ്രത്യേക സിദ്ധിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു മന്ത്രം സിദ്ധിയായിട്ടുള്ള ഒരാൾക്കാർക്ക് ഈ ഭാഷാമന്ത്രങ്ങൾ നല്ലപോലെ ഉപയോഗിക്കാം. കുറച്ച് കാലത്തെ ഒരു പ്രാക്ടീസേ ആവശ്യമുള്ളൂ. നല്ല എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. വളരെ നമ്മുടേതായ വഴിയിൽ ഒരുപാട് ചെയ്യേണ്ട വിഷയങ്ങൾക്ക് ഇവിടെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. അല്ല, ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം ശിവന് അല്ലെങ്കിൽ മഹാവിഷ്ണു ഇത്തരത്തിലുള്ള ദേവതകളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഫലം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ ദേവതയെ പൂജിച്ചാൽ മതി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പൂജാകർമ്മങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം? കലികാലമല്ലേ, ആളുകൾക്ക് പെട്ടെന്ന് ഫലം കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പോകുന്നതാണ്. ഫലമൊക്കെ എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇവിടെ ഫലിക്കുമെങ്കിൽ അവിടെയും ഫലിക്കും. ചെയ്യുന്ന ആളും ചെയ്യിപ്പിക്കുന്ന ആളും ക്രിയ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റേത് കുറച്ച് ക്ഷിപ്രസാധ്യമാണ്. ഈ തമോ ഗുണസ്വരൂപമായിട്ടുള്ള മൂർത്തികൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവരെ മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്നു. മറ്റേത് സാത്വിക ദേവതകളാണ്, അവരെ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാണ് പൊതുവെ പറയാറ്. അല്ല, ഇവിടുത്തെ പൂജാ രീതികളാണെങ്കിലും വ്യത്യാസം വരും. ഇപ്പോൾ സംസ്കാരം അനുസരിച്ച് പൂജയ്ക്ക് മാറ്റം വരില്ലേ? അല്ല, ഇപ്പോൾ അതിൽ കൗളാചാരത്തിൽ കൂടുതലായിട്ട് മദ്യം അല്ലെങ്കിൽ മാംസം, കോഴിയെ വെട്ടുക, ഗുരുതി, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ അതൊന്നും വരികയില്ല. സാധാ പൂജ, ഇപ്പോൾ ഹോമങ്ങൾ, അതിനപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഗുരുതി വരികയാണെങ്കിൽ പോലും കുമ്പളങ്ങ വെട്ടുക, അങ്ങനെയുള്ള ഇതിലേക്ക് ഒഴിയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഈ ആൾക്കാർ കൗളാചാരം എന്ന് പറയുന്നത് 90% വാമാചാരമാണ്. എന്താണ് ഈ കൗളം എന്ന് ഒരു മനുഷ്യനും അറിയാമല്ലോ ഇപ്പോഴും. സമയം, കൗളം, 2 പദ്ധതിയുള്ളൂ. കൗളാചാര പദ്ധതിക്ക് 2 ഡിവിഷനാണ്: ദക്ഷിണാചാരം, വാമാചാരം, മിശ്രാചാരം. മിശ്രാചാരം പുതിയതാണ്. 2 ഡിവിഷനാണ് പ്രധാനം. ഒന്ന് ദക്ഷിണാചാരം, ഒന്ന് വാമാചാരം. നമ്മളെല്ലാം ചെയ്യുന്നതെല്ലാം തന്നെ ഉള്ളിലേക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പം എൻ്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ അവിടെ പുറത്തേക്കൊന്നും കാണുന്നില്ല. അതിന് പറയുന്നതാണ് സമയാചാരം. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി പുറത്തേക്കൊരു പൂവെടുത്തിടുന്നുണ്ടോ, അത് കൗളാണ്. അപ്പോൾ ക്ഷേത്രങ്ങളെല്ലാം കൗളാചാരമാണ്. ദക്ഷിണാചാരം, കൗള പദ്ധതിയിലെ ദക്ഷിണാചാരമാണ് ക്ഷേത്ര പദ്ധതി. അതിലെ വാമാചാരമാണ് കാവിൻ്റെ പദ്ധതി. ഇപ്പോൾ ക്ലിയർ ആയോ? വാമാചാരത്തിൽ എന്തൊക്കെയാണ് വരുന്നത്? പഞ്ചമകാരാദികളെ കൊണ്ടുള്ള പൂജയാണ്. പ്രധാനമായിട്ടും മകാരത്രയാണ്: മത്സ്യം, മദ്യം, മാംസം. ഇങ്ങനെയുള്ള പദ്ധതികളിലാണ് ഈ ഭദ്രകാളി, ചാത്തൻ, ഇങ്ങനെയൊക്കെയുള്ള മൂർത്തികളെ, പഴയ ഭദ്രകാളി, ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ പരിഷ്കരിച്ചു ഭദ്രകാളിയൊക്കെ. ഭദ്രകാളി രണ്ടിലും പറ്റും കേട്ടോ. ദക്ഷിണമായിട്ടും പറ്റും, വാമായിട്ടും പറ്റും. അപ്പോൾ കാവുകൾ, പതികൾ, അതെല്ലാം വാമാചാരത്തിലാണ്. അത് അങ്ങനെയുള്ള പദ്ധതി പോകുന്നതിനെ നമ്മൾ ദക്ഷിണാചാരത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുകയാണ് വേണ്ടത്.
പക്ഷേ എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോൾ പലരും പറയുന്നൊരു ആരോപണമാണ്, ഞങ്ങളെ കാവുകളെയൊക്കെ ഏറ്റെടുത്തിട്ട് മാറ്റിമറിച്ച് കളഞ്ഞു, പദ്ധതി മാറ്റിക്കളഞ്ഞു. ഞങ്ങൾ മറ്റേ എന്താ പറയുക, ഞങ്ങൾ കോഴിവെട്ടി കുരുതി കഴിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പായസമാണ് പൂജ. എങ്ങനെയാണ് ഈ കോഴിവെട്ടി കുരുതി നിന്നുപോയത്? എങ്ങനെയാണ്? എല്ലാവരും പറയുന്നത് ഇതാണ്ട് ബ്രാഹ്മണരെങ്ങാണ്ട് ഒന്ന് തട്ടിയെടുത്തു. അങ്ങനെയല്ലത്. നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ പൂജ കഴിച്ച പൈസ കിട്ടി തുടങ്ങിയ കാലമായിട്ടൊരു 10-50 കൊല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ പൂജ കഴിച്ചാൽ 2 തേങ്ങ, 2 നാഴി അരി, 1 കൊട്ട നെല്ല്, 2 ചേന, ഇതൊക്കെ അന്ന് കിട്ടുന്നത്. പൂജ കഴിക്കാൻ പോയ പഴയ ആളുകളോട് ചോദിച്ചാൽ മതി. ഇപ്പോൾ ഒരു 80 വയസ്സ്, 75 വയസ്സ്, 80 വയസ്സ് കഴിഞ്ഞ ആളുകളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, പൂജ കഴിച്ചാൽ എന്ത് കിട്ടുമായിരുന്നു? 2 വണ്ടി നെല്ല്. ഞാൻ ഇന്ന അമ്പലം പ്രതിഷ്ഠ കഴിച്ചപ്പം 2 വണ്ടി നെല്ലാണ് എനിക്ക് തന്നത്. ഇപ്പോഴും പറയും. കാരണം അന്ന് ഇല്ല, പൈസ കൊടുക്കാനില്ല അന്ന്. എല്ലാവർക്കും ഈ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഉള്ളൂ. അപ്പം നമ്മൾ എത്രയോ കാലം മുമ്പ് വരെ ബാർട്ടർ സമ്പ്രദായമായിരുന്നു. പൈസ ഇല്ലാതെ നമ്മൾ കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ടിരുന്നതല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് പൈസയുടെ മോഹം കൊണ്ട്, ധനമോഹം കൊണ്ട് വന്ന് പ്രതിഷ്ഠ കഴിച്ചു എന്ന് വിചാരിക്കേ വേണ്ട. ഇത് നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് പോയി ആവശ്യപ്പെട്ടു കാണും, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ശരിയാക്കി തരണമെന്ന് പറയും. അപ്പോൾ അവർക്കറിയാവുന്ന പദ്ധതിയിൽ അവർ പദ്ധതി എന്ന് മാറ്റി ദക്ഷിണാചാരത്തിലാക്കി അത് വെച്ചു കൊടുത്തു. അന്ന് ഇതിൻ്റെ കോൺസിക്വൻസസ് ചെയ്യിപ്പിച്ചവനും ചെയ്തവനും അറിയാതെ ചെയ്തതാണ്. എന്നാൽ ചിലതൊക്കെ ഒത്തു. അതെ, ചിലതൊക്കെ പിന്നെ ഈ പുതിയ പദ്ധതി തന്നെ നടന്നു പോവുകയും കുഴപ്പമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. ചില ക്ഷേത്രങ്ങൾക്ക് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ നമ്മൾ പറവൂർ കൈതാരം എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ തെക്കോട്ടുള്ളൊരു ഭദ്രകാളി പ്രതിഷ്ഠയുണ്ട്. ഒരു കുടുംബക്കാരുടെ ക്ഷേത്രമാണത്. അവിടെ ഇപ്പോൾ അദ്ദേഹം അവിടുത്തെ സീനിയറായിട്ടുള്ള കാരണവരായിട്ടുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു 80-85 വയസ്സ് കാണുമായിരിക്കണം. നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് 65 വരെ ഞാൻ കഴിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ കോഴിവെട്ടും ഈ പറഞ്ഞതുപോലെയുള്ള മകാരത്രയം കൊണ്ടുള്ള പൂജയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അത് തന്ത്രിക്ക് വിട്ടുകൊടുത്തു, ഏറ്റെടുത്തു. ക്ഷേത്രം പദ്ധതി നിന്ന് മാറ്റി പായസവും രക്തപുഷ്പാഞ്ജലിയും അങ്ങനെയൊക്കെ ആയിട്ട് സാധാരണ പോലെ ഒരു ഭദ്രകാളി ക്ഷേത്രം പോലെ ആയി. പക്ഷെ പദ്ധതിക്ക് മാറ്റം വന്നെങ്കിലും അവിടെ വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല, നല്ലതെന്ന് പോയി. അങ്ങനെ അനവധി ക്ഷേത്രങ്ങൾ അങ്ങനെ കുഴപ്പമില്ലാതെ നിൽക്കുന്നതുകൊണ്ട്, കുഴപ്പം വന്നതുകൊണ്ട്. ഈ കുഴപ്പത്തിന് കാരണമെല്ലാം ഒരു വിഭാഗക്കാരാണെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് സമൂഹത്തിൻ്റെ കൂട്ടുത്തരവാദിത്വത്തിൽപ്പെടും. കാരണം എല്ലാവരും പറയും ഞങ്ങളുടെ കാവുകളെ അങ്ങനെ ആക്കി കളഞ്ഞു, ഇങ്ങനെ ആക്കി കളഞ്ഞു പലരും പറയുന്നുണ്ട്. ഞാൻ അംഗീകരിച്ചു, സത്യം തന്നെ ഈ പറയുന്നത്. പക്ഷെ അങ്ങനെ ശ്രേഷ്ഠമായിട്ട് ആചരിച്ചത് പിന്നെ എങ്ങനെ നശിച്ചു? വാമാചാരത്തിൽ ശ്രേഷ്ഠമായിട്ട് ആചരിച്ച പദ്ധതികൾ ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങൾ പിന്നെ എങ്ങനെയാണ് പോയത്? ആളുകളില്ലാണ്ടായത്, നോക്കാൻ ആളില്ലാണ്ടായത് ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ അവിടെ അന്നേ ആചാരത്തിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നശിച്ചു പോവോ? പിന്നീട് ഇത് അയ്യോ നശിക്കുകയാണ്, ഞങ്ങളുടെ കാവിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുനഃപ്രതിഷ്ഠ കഴിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആരെങ്കിലും പോയി കണ്ടു കാണും. ഈ ലിസ്റ്റഡ് സോക്കോൾഡ് തന്ത്രിമാരെയോ ആരെങ്കിലും പോയി കണ്ടു കാണും. അവർക്ക് അറിയാവുന്ന പദ്ധതിയിലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് വാമാചാരം ചെയ്യാൻ പറ്റില്ല. അവർക്കറിയാവുന്ന ദക്ഷിണാചാര പദ്ധതിയിലുള്ളൊരു പ്രതിഷ്ഠ അവർക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്തിട്ടുണ്ടാവും. ആരെയും കുറ്റം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ടും കാര്യമൊന്നുമില്ല. കുറ്റം പറഞ്ഞ് തമ്മി തല്ലിയോണ്ട് ഒരു പ്രയോജനമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാന്ന് മാത്രമല്ല, ഈ ഹൈന്ദവരെ ഇപ്പം ജാതിയുടെ പേരും പറഞ്ഞ് തമ്മി തല്ലുന്ന ഹൈന്ദവരെ ആചാരത്തിൻ്റെ പേരും കൂടി പറഞ്ഞ് തല്ലിക്കാന്നല്ലാതെ ഒരു പ്രയോജനം ഇതുകൊണ്ടില്ല. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു യോജിപ്പോടെ പോകാനല്ലേ നോക്കേണ്ടത്. ശരി, ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഇപ്പം അതിന് വേണ്ട കാര്യങ്ങൾ ബാക്കി ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാവിൽ കേരളത്തിൽ തന്നെ ഈ വൈക്കം പ്രദേശത്തുള്ള ഒരു നല്ല തന്ത്രിയായിരുന്നു. തന്ത്രിക്ക് മോശമൊന്നുമില്ല, അദ്ദേഹം ആയിരുന്നു അവരുടെ കാവിലെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ അവരുടെ കാവിലെ അവരുടെ ഭുവനേശ്വരിയും അവരുടെ ദേവതകൾക്കും ഈ വാമാചാരമാണ് അവർക്ക് താല്പര്യം. അതിനെ ദക്ഷിണാചാരത്തിലായതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായി. ഇപ്പോൾ അവർ തന്ത്രിയോട് തന്നെ സംസാരിച്ചു, മാറ്റി പഴയ പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു. ചെറിയ നീരസം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും, അത് കുറച്ച് നാളത്തെ കാര്യം. പക്ഷെ അങ്ങനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാറ്റണം. അത് നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന്. ഇന്നിപ്പോൾ അതറിയാവുന്നവരുണ്ട്, ഇതറിയാവുന്നവരുണ്ട്. പരസ്പരം എന്തിനാണ് ഈ വഴക്കുണ്ടാക്കുന്നത്? അല്ല, ഇന്ന് ചെറിയ കാവുകൾ, ചെറിയ ക്ഷേത്രങ്ങൾ, ചെറിയ വിളക്ക് കൊണ്ടുപോകുന്ന കേന്ദ്രങ്ങൾ, അതൊക്കെ ഒരു ക്ഷേത്രത്തിൻ്റെ സെറ്റപ്പിലേക്ക് കൊണ്ടുവരുന്നതല്ലേ ഇതിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്.